TCS എന്ന ടാറ്റ കൺസൾട്ടൻസി സർവീസിലെ കൂട്ട പിരിച്ചുവിടൽ ബംഗളൂരുവിലും ഹൈദരാബാദിലും വലിയ ക്രമസമാധാന പ്രശ്നമായി വളർന്നു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നടന്ന പ്രതിഷേധങ്ങൾ വൻ പോലീസ് സന്നാഹം എത്തിയാണ് പിരിച്ചുവിട്ടത്. CITUവും AITUCയും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 1 മണിക്കൂറിന്റെ മാത്രം നോട്ടീസ് നൽകിയാണ് പിരിച്ചുവിടലെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു. இன்னும் 1 மணி நேரத்தில் நீங்கள் வந்து எங்களுக்கு ரிப்போர்ட் பண்ணுங்கள் அப்படின்னு சொல்லி கூப்பிடுறாங்க. அவங்க போன உடனே அவங்க கையில் வந்து அதாவது உங்களோட கம்பெனியோட தேவைகளும் உங்களோட திறமைகளும் அது ரெண்டும் வந்து பொருந்தி போகலை. அதனால் நீங்கள் வந்து உங்களை வந்து நாங்கள் வெளியேற்றுறோம். இனிமேல் உங்களுக்கு இங்கே நிறுவனத்தில் வேலை இல்லை. IT രംഗത്ത് തൊഴിൽ പോകുന്നതും കിട്ടുന്നതും തൊഴിൽ മാറുന്നതും പതിവായിരുന്നെങ്കിലും ആദ്യമായാണ് ഇത്ര വലിയ കൂട്ടക്കുരുതി. ടാറ്റ ഗ്രൂപ്പ് കമ്പനിയായ TCS പിരിച്ചുവിടുന്നത് 25,000 എഞ്ചിനീയർമാരെയാണ്. അതും 5 വർഷം മുതൽ 10 വർഷം വരെ സർവീസ് ഉള്ളവരെയാണ് പിരിച്ചുവിടാനുള്ള പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നതും. ബംഗളൂരുവിലും ഹൈദരാബാദിലുമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ പിരിച്ചുവിടുന്നത്. കൊച്ചിയിൽ 500 പേരോടാണ് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടത്. അസിസ്റ്റന്റ് കൺസൾട്ടന്റ്, അസോസിയേറ്റ് കൺസൾട്ടന്റ് തുടങ്ങിയ പദവികളിലുള്ളവരെയാണ് പിരിച്ചുവിടുന്നത്. കുറഞ്ഞ ശമ്പളത്തിൽ ട്രെയിനികളെ നിയമിക്കാൻ വേണ്ടിയാണ് മുതിർന്നവരെ പിരിച്ചുവിടുന്നതെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു. ബിസിനസ് ഡെസ്ക് റിപ്പോർട്ടർ.